Assalamualaikum, welcome to my channel. ഇന്ന് നമുക്കൊരു എഗ് ബൺ റെസിപ്പിയാണ്. ആദ്യം നമുക്ക് മാവ് കുഴച്ച് വയ്ക്കാം. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. 2 കപ്പ് മൈദ മാവ്, 1 കപ്പ് ചെറിയ ചൂട് പാല്, 2 ടേബിൾസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾസ്പൂൺ ഷുഗർ, ആവശ്യത്തിന് ഉപ്പ്. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഈസ്റ്റ് ഇടുക. അതിലേക്ക് പഞ്ചസാര ഇടുക. അതിലേക്ക് ചൂട് പാലൊഴിക്കുക. ഇനി അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. മാവ് കുഴയ്ക്കാനായി ഉപ്പ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഈസ്റ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈസ്റ്റ് മിക്സ് മാവിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിനായി ഒണിയനും ഗ്രീൻ ചില്ലിയും കറി ലീഫും എടുത്തു വച്ചിട്ടുണ്ട്. ടെർമെറിക് പൗഡർ, ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, ഗരം മസാല, പെപ്പർ പൗഡർ, എഗ്ഗ്. ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഒണിയനും ഗ്രീൻ ചില്ലിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വരട്ടിയെടുക്കുക. അതിലേക്ക് കറി ലീഫ് ഇടാം. ഇനി മസാലകൾ എല്ലാം ചേർക്കണം. ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക. ശകലം വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് 6 പീസസ് ആയിട്ട് മാറ്റണം. നമ്മൾ 6 പീസസ് ആക്കിയിട്ടുണ്ട്. ഇതിൽ കാണുന്നത് പോലെ ശകലം എണ്ണ തേച്ച് നല്ലതായിട്ട് പരത്തിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് മസാല വയ്ക്കാം. ഇനി നമുക്ക് 1/2 പീസ് എഗ്ഗ് വയ്ക്കാം. എന്നിട്ട് ഇതേപോലെ ബണ്ണിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കണം. എല്ലാം ഇതേപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ട് റെഡിയാക്കണം. ലോ ഫ്ലെയിമിലിട്ടാലേ ഉള്ളു വേഗത്തുള്ളൂ. നമ്മളുടെ എഗ് ബൺ റെഡി ആയിട്ടുണ്ട്.
നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.